ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും കുറച്ചിന്ന് ഞാൻ നിന്നോട് ചൊല്ലാം, ഒത്ത നടുവിനപ്പോഴോരോന്നായി ബാക്കി നീ പിന്നീട് അറിയും എന്ന കടമറ്റ രാമകൃഷ്ണന്റെ വരികൾ ഓർത്തുകൊണ്ട് ഈ ദിവസത്തെ വൈജ്ഞാനിക പോരാട്ടത്തിലേക്ക് ഏവരെയും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്പോർട് ക്വിസിന്റെ ഇന്നത്തെ മത്സരാർത്ഥിയായി ഞങ്ങളോടൊപ്പം ഒത്തുചേരുന്ന ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. എന്താ ചെയ്യുന്നത്? എങ്ങനെ പോകുന്നു പഠനമൊക്കെ കഴിഞ്ഞ ശേഷം? ഇപ്പൊ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു പീരീഡാണ്. ഓക്കെ, പ്രാക്ടീസ് ഒക്കെ തുടങ്ങാൻ സമയമായോ? 2 days സ്റ്റാർട്ട് ചെയ്യും. എവിടെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? എവിടുന്ന? ആരുടെ കൂടെയാ? തലശ്ശേരി കോട്ട് ബ്രദർ അഡ്വക്കേറ്റ് ആണ്. പേരെന്താ? ആമിർ സുഹൈൽ. പേര്? ഫാത്തിമ ജിന്നയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഫാത്തിമ ആരുടെ ബ്രദറാ? ഫാത്തിമ ജിന്നയുടെ ബ്രദറാണ്. മുഹമ്മദ് അലി ജിന്നയുടെ ബ്രദറാണ് ഫാത്തിമ ജിന്ന. ഫാത്തിമ എന്താ ചെയ്യുന്നത്? ബിഫാം കഴിഞ്ഞു. ബിഫാം 4 years ആണോ? കഴിഞ്ഞു അല്ലെ? ഇനിയിപ്പോ പ്രാക്ടീസ് ആയിട്ട് ചെയ്യണം അല്ലേ? ഓക്കെ. 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 3 ചോദ്യങ്ങളിൽ 3 ചോദ്യത്തിനും ശരിയുത്തരം പറയുകയാണെങ്കിൽ ചാനലിന്റെ നല്ലൊരു സമ്മാനം നിങ്ങളെ കാത്തിരിക്കുകയാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങളെ പരിചയപ്പെടാൻ വിട്ടുപോയി. പേര്? ശരി. എന്ത് ചെയ്യുന്നു? വീട് ഇവിടെയാണ്. അപ്പൊ എല്ലാ ദിവസവും ഇങ്ങോട്ടേക്ക് മലപ്പുറം വരാറുണ്ടോ? ഇല്ല, വരാറില്ല. മഴയായത് കൊണ്ട്. എന്നാലും ഇഷ്ടമാണ്. പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ അല്ലെ? ഒരുപാട് മാറ്റങ്ങൾ വന്നതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. 3 ചോദ്യങ്ങളാണ്. 3 ചോദ്യത്തിന് ശരിയുത്തരം വേണം. എങ്കിൽ മാത്രമേ നല്ലൊരു സമ്മാനം ചാനൽ നിങ്ങൾക്ക് നൽകത്തുള്ളൂ. ഓക്കെ. LLB പഠിക്കുന്ന ആളോടാണ് എന്റെ ആദ്യത്തെ ചോദ്യം. നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആദ്യത്തെ ചോദ്യം. എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി? ഇതിനകത്ത് വനിതാ ജഡ്ജിയായ ആ സ്ത്രീയുടെ പേരാണ് പറയേണ്ടത്. ചാടിക്കേറി ഉത്തരം പറയാൻ നിൽക്കേണ്ട. ആലോചിക്കേണ്ട സമയമുണ്ട്. ഫാത്തിമ ബീവി. ഉറപ്പിക്കട്ടെ? ഞാൻ ഉറപ്പിക്കട്ടെ? ഉത്തരം ഉറപ്പിക്കാം. ഇവരോട് ചോദിക്കാം. സംശയം അവരോട് ചോദിക്കാം. പക്ഷെ 3ാമത്തെ ചോദ്യത്തിന് ഇവരോട് ഹെൽപ്പ് റൗണ്ട് ഇല്ല. ഫാത്തിമ ബീവി ഉറപ്പിക്കാം. ഫാത്തിമ ബീവി എന്നുള്ള ഉത്തരം ശരിയായ ഉത്തരം തന്നെയാണ്. 2ാമത്തെ ഒരു ചോദ്യം ചോദിക്കുന്നത് ബിഫാമിലെ പഠിച്ചെന്ന് പറയാം അല്ലേ? ഓക്കെ. ആ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? മെഡിസിൻ ഇഷ്ടമാണ് അല്ലേ? ഞാൻ ഏതെങ്കിലും ഒരു രോഗത്തിന് കഴിക്കേണ്ട മെഡിസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുമോ? അറിയുന്നതാണെങ്കിൽ പറയാൻ പറ്റും അല്ലേ? ശരി, ഞാൻ അതിനെ കുറിച്ച് ചോദിക്കാം. എന്നാൽ നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്റെ 2ാമത്തെ ചോദ്യം. ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ ഷോപ്പ്? ഫസ്റ്റ് മെഡിക്കൽ ഷോപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ ഷോപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാൾ കെമിക്കൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പറയേണ്ടത്. പക്ഷെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്: ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ ഷോപ്പ് ആരംഭിച്ചത്? ആദ്യത്തെ മെഡിക്കൽ ഷോപ്പ് ആരംഭിച്ചത് ആരാണ് എന്നാണ് 2ാമത്തെ ചോദ്യം. ടെൻഷൻ വേണ്ട, ആലോചിച്ച് ശേഷം പറഞ്ഞാൽ മതി. ഇന്ത്യയിലെ മെഡിക്കൽ ഷോപ്പ് ആരംഭിച്ച വ്യക്തി ബി.സി. റോയ്. ഉറപ്പിക്കട്ടെ? ആചാര്യ പ്രഫുല്ല ചന്ദ്ര റോയ് എന്നാണ് മത്സരാർത്ഥി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. വളരെ ശരിയായ ഉത്തരം തന്നെയാണ്. 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞു. ഇനി ഒരു ചോദ്യം ബാക്കിയുണ്ട്. അത് സമ്മാനത്തിന് വേണ്ടിയുള്ള ചോദ്യമാണ്. ഇതിലാരെങ്കിലും പാട്ടുപാടുന്ന ആരെങ്കിലും ഉണ്ടോ? പാടാറുണ്ടോ? പ്രഷർക്ക് വേണ്ടി 2 പേര് പാട്ട് പാടുക? ഇല്ല. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മേഖല എന്താ? ഞാൻ IT ആയിരുന്നു. ഞാൻ ഇപ്പോൾ ഒരു ബോട്ടിക് നടത്തുന്നുണ്ട്. ഫാഷൻ ഡ്രസ്സും. ചുമ്മാ വെറുതെ ഒരു ചോദ്യം ചോദിക്കാം. ഏത് IT-യുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഫാഷനുമായി ബന്ധപ്പെട്ടാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് വസ്ത്രാലങ്കാര ഓസ്കാർ അവാർഡ് നേടിയ വ്യക്തിയാണ്. ആദ്യമായിട്ട് വസ്ത്രാലങ്കാരത്തില് ഗാന്ധി എന്ന് പറയുന്ന ഫിലിമിലാണ് നേടുന്നത്. അറിയില്ല. ഭാനു അത്തയ്യാണ് എന്റെ ശരിയായ ഉത്തരം. പക്ഷെ ഇനി നിങ്ങളോടുള്ള ചോദ്യം അല്ലെ, സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചോദ്യം തയ്യാറാണ്. 3 പേരും തയ്യാറാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഒരാൾക്ക് മാത്രമേ അവസരമുള്ളൂ. ഹെൽപ്പ് അല്ല ഈ റൗണ്ടില്. അപ്പൊ ഇതിൽ ആരായിരിക്കും ഉത്തരം പറയാൻ സന്നദ്ധമായിട്ട് നിൽക്കുന്ന അവരോടായിരിക്കും ചോദ്യം ചോദിക്കുക. ചേർത്ത് പറയണ്ട, അനുജത്ത് പറഞ്ഞാൽ മതി. ഓക്കെ. ചാനലിന്റെ നല്ലൊരു സമ്മാനം നിങ്ങളെ കാത്തിരിക്കുകയാണ്.
നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ടെൻഷനുണ്ടോ? തേജസ്വിനി നീ സാക്ഷി എന്ന് പറയുന്ന ആത്മകഥ എഴുതിയ ആളാണ്. മലയാളിയാണ് അദ്ദേഹം. പേര് കേട്ടോ മനസ്സിലായെങ്കിൽ ഒരു കുഴു കൂടി ഞാൻ തരാം. അദ്ദേഹത്തിന്റെ സ്വദേശം കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലക്കാരനാണ്. ഇല്ല. തേജസ്വിനി നീ സാക്ഷി. തേജസ്വിനി പുഴ കേട്ടിട്ടുണ്ടോ? കാസർഗോഡ് ജില്ലയിലെ കയ്യൂരിൽ ഒഴുകിക്കൊണ്ടിരുന്ന നദിയുടെ പേരാണ് തേജസ്വിനി പുഴ. ആ തേജസ്വിനി പുഴയെ കുറിച്ചാണ് എഴുതുന്ന തേജസ്വിനി നീ സാക്ഷി എന്ന് പറയുന്നത്. പുഴയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അറിയില്ല. ഏതായാലും വളരെ നന്നായിട്ട് തന്നെയാണ് നിങ്ങൾ 3 പേരും ഈ മത്സരയാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. അവസാനത്ത് 2 ചോദ്യത്തിന് ശരിയുത്തരം പറഞ്ഞു അല്ലെ? 2 ചോദ്യത്തിന് ശരിയുത്തരം പറഞ്ഞു. പക്ഷെ 3ാമത്തെ ചോദ്യത്തിനാണ് ഉത്തരം കിട്ടാതെ എന്റെ മുന്നിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. തേജസ്വിനി നീ സാക്ഷി എന്ന് പറയുന്ന ആത്മകഥ ആരുടെ ആത്മകഥ എന്നാണ് എന്റെ ചോദ്യം. പക്ഷെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. 1941 കാസർഗോഡ് ജില്ലയിലെ കർഷക സംഘം പ്രവർത്തകരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന ഒരു സമരമുണ്ടായിരുന്നു. അതാണ് കയ്യൂർ സമരം. 1943 മാർച്ച് മാസം 29-ാം തീയതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് കൊയ്ത്താട്ടി ചുരുകണ്ഠൻ, മഠത്തിൽ അപ്പു, പൊടോറ കുഞ്ഞുമ്പു നായർ, പള്ളിക്കൽ അബൂബക്കർ എന്നീ 4 പേരെ തൂക്കിക്കൊന്നു. അതിൽ പ്രായപൂർത്തിയായിട്ടില്ല എന്ന കാരണത്താലെ ഒരാൾ തൂക്കുകയറിൽ നിന്നും രക്ഷിച്ച് പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് തേജസ്വിനി സാക്ഷി. അത് എഴുതിയ ആള് ചൂരിക്കാടൻ കൃഷ്ണൻ നായരാണ്. ചുരിക്കാടൻ കൃഷ്ണൻ നായരുടെ പേരായിരുന്നു പറയേണ്ടിയിരുന്നത്. അതിന് സാരമില്ല. വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു. പക്ഷേ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയൊരു അറിവ് കിട്ടി. അതാണ് നമ്മുടെ അറിവാണ് ലഹരി കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത്. ഒരുപക്ഷെ എല്ലാം അറിയുന്നവരായിട്ട് ഈ ഭൂമി ലോകത്ത് ആരും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരാൾ ഈ ഭൂമുഖത്തിൽ ജനിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പങ്കെടുത്തതിലും നിങ്ങളുടെ കൂടെ ഒത്തുചേർന്നതിലും ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ സ്നേഹാദരണങ്ങൾ നിങ്ങൾ എല്ലാവരോടും അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. ഷെറിൻ, നമ്മുടെ ഈ ഒരു ക്വിസ് പ്രോഗ്രാമിനെ കുറിച്ച് നമ്മുടെ ക്വിസ്മേഡിയുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്കിപ്പം ഈ ഒരു കാര്യം നിങ്ങൾ GK എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നി. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും കാണുന്ന ഇപ്പോൾ ഫുഡ് ചലഞ്ച് കാര്യങ്ങൾ, ഇതൊരു അറിവ് നേടാൻ പറ്റുന്നു. നമുക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളിൽ നിന്ന് ഒരു അറിവ്, തേജസ്വിനി എഴുതിയത് ആരെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, പക്ഷെ ഒരു അറിവ് നേടാൻ പറ്റി. ഇത് നമ്മളെ കുട്ടികൾക്ക്, ഇപ്പം വളർന്നു വരുന്ന കുട്ടികൾക്ക് നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും ഈ GK ക്വസ്റ്റ്യൻസ്. ഇനിയും സാർ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇവിടെയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതേപോലെ തന്നെ കൂടുതൽ നല്ല ചോദ്യങ്ങളും അതുപോലെ കൂടുതൽ നല്ല മത്സരാർത്ഥികളുമായിട്ട് ഈ കേരളക്കരെ ഒട്ടാകെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും നിങ്ങളോട് തൽക്കാലം ഞാൻ യാത്ര ചോദിക്കുന്നു. ബൈ. പ്രശാന്ത്.